ആശമാരുടെ സമരം തുടരുന്നതിനിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. ജെ.പി. നദ്ദയെ കാണാനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഡൽഹിയിലെത്തിയ ശേഷം ക്യൂബൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയ മന്ത്രിയുടെ നടപടി നേരത്തെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കും. അതേസമയം 50 ദിവസത്തിലധികമായി നടക്കുന്ന ആശമാരുടെ സമരം പരിഹരിക്കാൻ സംസ്ഥാനം ഫലപ്രദമായി ഇടപെടാത്തതിലെ അതൃപ്തി കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തവണ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയുണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണത്തെ നിരുത്തരവാദപരമായ നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത്തവണ എന്ത് തീരുമാനം അല്ലെങ്കിൽ എന്ത് ചർച്ചകൾക്കാണ് സാധ്യത? രോഹിണി, സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിൽ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് മന്ത്രി എത്തും. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ സമയം അനുവദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വീണ ജോർജിന്റെ ഓഫീസ് നൽകിയിട്ടില്ല. കാരണം രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം ഏറെ വിവാദമായിരുന്നു. ക്യൂബൻ പ്രതിനിധി സംഘത്തെ, ക്യൂബൻ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുന്നതിനായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഡൽഹിയിലേക്ക് എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് അക്കാര്യം മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പ്രതികരണത്തിലോ ഉൾപ്പെടുത്താതെ ഡൽഹിയിൽ ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന പ്രതികരണം നടത്തിക്കൊണ്ടായിരുന്നു ഡൽഹിയിലേക്ക് എത്തിയത്. എന്നാൽ ആ ഒരു ഡൽഹി സന്ദർശനത്തിൽ വീണ ജോർജ് ഡൽഹിയിലെത്തി തിരിച്ചു പോകുന്നത് വരെയുള്ള സമയത്ത് മന്ത്രിക്ക് ആകെ കൺഫേം ആയിട്ടുള്ള ഒരേ ഒരു പ്രോഗ്രാം ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായി അല്ലെങ്കിൽ ക്യൂബൻ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച മാത്രമായിരുന്നു. അതിനിടയിൽ വരുന്ന സമയത്ത് ആരോഗ്യമന്ത്രിയെ കാണാനുള്ള ഒരു ശ്രമം വീണ ജോർജ് നടത്തിയെങ്കിലും നിലവിൽ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. ക്യാബിനറ്റ് ചുമതലയുള്ള കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ടി വരും എന്നറിഞ്ഞിട്ട് പോലും മന്ത്രിയെയും കാണും എന്ന പ്രതികരണം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ അതിന്റെ ജാള്യത മറയ്ക്കുന്നതിനായി മാധ്യമങ്ങൾക്ക് മേൽ അതിന്റെ പഴി ചാരിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വീണ ജോർജിനെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഇന്ന് വീണ്ടും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ആശാപ്രവർത്തകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒന്ന്, ഈ ആരോഗ്യ മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ തുകയും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. എന്നാൽ നൽകിയ പണത്തിന്റെ കണക്കുകൾ ഇതുവരെയും സംസ്ഥാനം തിരിച്ചു നൽകിയിട്ടില്ല. ഒപ്പം സ്റ്റേറ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന കേന്ദ്ര സർക്കാർ നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതും നിലവിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് ചർച്ച നടത്തി അതിന് പരിഹാരം കാണേണ്ടതും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നിരിക്കെ അതിന്റെ പഴി കൂടി കേന്ദ്ര സർക്കാരിന് മേൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തണം എന്ന ആവശ്യം എന്ന പ്രചാരണവുമായി വീണ്ടും വീണ ജോർജ് ഡൽഹിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ആശാപ്രവർത്തകരുടെ പ്രശ്നം ചർച്ചയാകും എന്ന് വ്യക്തമാക്കുമ്പോഴും എന്തെല്ലാം ആവശ്യങ്ങളായിരിക്കും സംസ്ഥാനം കേന്ദ്ര സർക്കാരിലേക്ക് മുൻപിലേക്ക് വെക്കുക എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം ചർച്ചകൾ വീണ ജോർജ് നടത്തും എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം നിലവിൽ ആരോഗ്യ മേഖല സംബന്ധിച്ച് മരുന്നുകളുടെ അഭാവം, ഒപ്പം ആശുപത്രികളിലൂടെ ശോചനാവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച നടത്താനാണ് സാധ്യതയുള്ളത്. രോഹിണി. ശരി ജിഷ്ണു, ആശമാരുടെ സമരം തുടരുന്നതിനിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. ഡൽഹിയിൽ എത്തിച്ചേർന്നു എന്നാണ് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ജെ.പി. നദ്ദയുമായി വിശകലനം ചെയ്യും അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്നുള്ളത് നിലനിൽക്കെ ഇത്രയും ദിവസമായിട്ടും സംസ്ഥാന സർക്കാർ ആശമാരുടെ സമരം പരിഹരിക്കാൻ ഫലപ്രദമായി ഇടപെടാത്തതിലുള്ള ഒരു അതൃപ്തി കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.